നമ്മുടെ കുട്ടിയെ നേഴ്സ് ആക്കരുത്, ഡോക്ടർ ആക്കരുത്, എഞ്ചിനീയർ ആക്കരുത്, ടീച്ചർ ആക്കരുത്. പകരം അവരാകട്ടെ അവർക്കാകേണ്ടത്. A+ നേടിയവരെ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ, A+ നേടിയവരുടെ ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുമ്പോൾ ദയവായി പരാജിതരെ കൂടെ ഒഴിവാക്കരുതേ. നമസ്കാരം, ഞാൻ ലാലുമലയിൽ. മെയ് മാസം എന്ന് പറയുന്ന റിസൾട്ടിന്റെ മാസമാണ്. ദയവായി ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളും +1 +2 ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു യൂത്ത് എംപവർമെന്റ് ക്ലാസ്സിൽ പോയപ്പോൾ ഒരു യുവതിയെ പരിചയപ്പെട്ടു. അഡ്വക്കറ്റാണ് അദ്ദേഹം. ആ അഡ്വക്കറ്റായ ആ യുവതി ഇപ്പോൾ ആ ഒരു തൊഴിലിലേക്ക് പോകുന്നില്ല, ആ ഒരു മേഖലയിൽ പോകുന്നേ ഇല്ല. ഞാൻ അതുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് LLBക്ക് വിട്ടതാണ്, എനിക്ക് ഒരു ഡോക്ടർ ആയിരുന്നു ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവരെ എഞ്ചിനീയർ ആക്കാനും അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആക്കാനും ശ്രമിച്ചാൽ ഒരിക്കലും അവർക്ക് ആ മേഖലയിൽ തിളങ്ങാനാവില്ല. മാതാപിതാക്കളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാകരുത് മക്കള്. ദയവായി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള അവരുടെ ഡെസ്റ്റിനേഷൻ അവരെ കൊണ്ട് തന്നെ കണ്ടെത്തിച്ച് അങ്ങോട്ട് നയിക്കേണ്ടവരാണ് മാതാപിതാക്കളും അധ്യാപകരുമല്ല. അതുകൊണ്ട് തന്നെ പുതിയ ഈ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും അവരെ അവരുടെ വഴിക്ക് നയിക്കുക, അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് പ്രധാനം. ഒരിക്കലും ഒരു അധ്യാപകൻ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരുടെയും ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരുടെയും സവിശേഷതകൾ എന്താണ്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരെല്ലാം പൊട്ടന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ പറഞ്ഞ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പുറകിലിരുന്ന ഒരാളോട് ഈ അധ്യാപകൻ ചെന്ന് ചോദിച്ചു, നമുക്ക് എത്ര കിഡ്നി ഉണ്ടെന്ന്. ഇവൻ എടുത്ത വായിക്കും പറഞ്ഞു 4 കിഡ്നി എന്ന്. ഇറങ്ങിപ്പോടാ കഴുതെന്ന് സാറ് പറഞ്ഞു. ഉടനെ തന്നെ ഇവൻ ഇറങ്ങിപ്പോകാതെ അവിടെ ഇരുന്നു. അപ്പോൾ സാറിന് ദേഷ്യം വന്നിട്ട് ഫ്രണ്ടിലിരുന്ന 2 കുട്ടികളോട് പറഞ്ഞു, ഈ കഴുതയ്ക്ക് കുറച്ച് പോച്ച പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോച്ച പറിക്കാൻ എഴുന്നേറ്റ് പോയ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന മിടുക്കൻ കുട്ടികളോട് പുറകിലിരുന്നവൻ പറഞ്ഞു, എനിക്കൊരു ചായം കൂടെ മേടിച്ചോണ്ട് പോരുടെ എന്ന്. ഇത് കേട്ടപ്പോൾ അധ്യാപകന് ദേഷ്യം വന്നു. അധ്യാപകൻ ഉടനെ പറഞ്ഞു, സ്റ്റാൻഡ് അപ്പ്, ഗെറ്റ് ഔട്ട്. ഈ അധ്യാപകർക്ക് ഇതൊക്കെയാണ് ക്ലീഷേ വാക്കുകളായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അവൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അധ്യാപകനോട് ഒരു വാക്ക് പറഞ്ഞു, സാറ് ചോദിച്ച മണ്ടത്തരത്തിന് ഞാൻ ബലിയാടാകേണ്ടി വരുന്നല്ലോ. സാറ് ചോദിച്ചത് നമുക്ക് എത്ര കിഡ്നി ഉണ്ടെന്നല്ലേ, നമുക്ക് 2 പേർ കൂടെ 4 കിഡ്നി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാറ് നിനക്ക് എത്ര കിഡ്നി ഉണ്ടെന്ന് ചോദിച്ചിരുന്നെങ്കിൽ 2 ഞാൻ പറഞ്ഞേന്. നോക്കൂ, ഈ സാർ അഭിമാനത്തോടെ പറയുകയാണ് ബാക്ക് ബെഞ്ചിലിരിക്കുന്നവന്മാർ ഈ പോഴന്മാരാണെന്ന്. അവന്മാർക്ക് ചോദ്യം പോലും മനസ്സിലാകില്ലെന്ന്. മറ്റൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. ഫ്രണ്ട് ബെഞ്ചിലിരുന്നവരോട് ചോദിക്കാതെ ബാക്ക് ബെഞ്ചിലിരുന്നവരോട് ചോദിച്ചു, ഒരു ആടിന് 250 രൂപ എങ്കിൽ 5 ആടിന് വില എത്ര? ഉടനെ തന്നെ ബാക്ക് ബെഞ്ചിലിരുന്നവർ പറഞ്ഞു 1000 രൂപ പറഞ്ഞു. ചിലര് 1500 രൂപ പറഞ്ഞു, ചിലർ 5000 പറഞ്ഞു. അതിലൊരുത്തം പറഞ്ഞു, 5 ആടിന്റെ വില പറയാൻ കഴിയില്ല സാർ, കാരണം ആടിന്റെ തൂക്കവും ആടിന്റെ വണ്ണവും ആടിന്റെ സൈസൊക്കെ നോക്കിയിട്ടാണ് വില പറയേണ്ടത്. ഒരാടിന്റെ വിലയ്ക്ക് 5 ആടിന്റെ വില പറയാൻ കഴിയില്ല. നോക്കൂ, എത്രമാത്രം ക്രിയേറ്റിവിറ്റിയാണ് പുറകിലിരിക്കുന്നവരൊക്കെ ഉള്ളത്. എങ്കിൽ A+ നേടിയവരെ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ, A+ നേടിയവരുടെ ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുമ്പോൾ ദയവായി പരാജിതരെ കൂടെ ഒഴിവാക്കരുതേ. അവര് നാളെയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നവരായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, അവര് തുടങ്ങുന്ന കമ്പനിയിൽ ഈ ഫുൾ A+ മേടിച്ച MBA-ക്കാർ ചെന്ന് അവരുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ കാഴ്ചകളും അങ്ങനെ തന്നെയാണ്. മിടുക്കന്മാരെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ക്രിയേറ്റിവിറ്റി ഉള്ള, എന്നാൽ കഷ്ടപ്പെട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജയിച്ചവരൊക്കെ ലോകത്തിന്റെ നെറുകയിലെത്തുന്നത് നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കോടതി പറഞ്ഞിട്ട് പോലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കഴിയാത്ത നമ്മുടെ പ്രഗത്ഭരായ മന്ത്രിമാരിരിക്കുന്നിടത്ത് അവരുടെ താഴെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത് ഈ മിടുക്കന്മാരായ A+കാർ. ദയവായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ റിസൾട്ട് കാലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് തിളങ്ങാൻ കഴിയുന്ന മേഖലകളിലേക്ക് നമുക്ക് വിടാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ അഡ്വക്കേറ്റിനോട് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, എന്നെ സാർ ആക്കിയതാണ് അഡ്വക്കേറ്റ്, ഞാൻ ആയതല്ല, എനിക്ക് ആകാൻ ആഗ്രഹമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നേഴ്സ് ഒരാളെ ആക്കരുത്, നമ്മുടെ കുട്ടിയെ നേഴ്സ് ആക്കരുത്, ഡോക്ടർ ആക്കരുത്, എഞ്ചിനീയർ ആക്കരുത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കരുത്, ടീച്ചർ ആക്കരുത്. പകരം അവരാകട്ടെ അവർക്കാകേണ്ടത്. അങ്ങനെ അവരുടെ ചുവട്ടിൽ വെള്ളമൊഴിക്കുന്ന, വളവിടുന്ന, അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്ന ഉദ്യാനപാലകരെ പോലെ നമുക്ക് നമ്മുടെ മക്കളെ ട്രീറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ. ഈ ഒരു പുതിയ അധ്യയന വർഷം അല്ലെങ്കിൽ ഈ ഒരു പുതിയ റിസൾട്ട് കാലം എല്ലാവർക്കും ആനന്ദത്തിന്റെയും ആശ്വാസത്തിൻ്റെതുമാകട്ടെ. റിസൾട്ട് ഏതു തന്നെയായാലും അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടാനുണ്ടെങ്കിൽ വീണ്ടും മെച്ചപ്പെടുത്തി, പരാജയങ്ങളൊന്നും പരാജയങ്ങളല്ല, അത് വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്നും അടിത്തറയാണെന്നും കരുതിക്കൊണ്ട്
കൊണ്ട് മുന്നേറാൻ ഈ ഭാവി തലമുറയ്ക്ക് കഴിയട്ടെ. ഈ റിസൾട്ട് കാലം ഒരു ദുരന്തങ്ങൾക്കും ഇടവരുത്താതിരിക്കട്ടെ. ആരും പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് ഫാനിന്റെ ബലം നോക്കാൻ പോകരുത്, വിഷത്തിന്റെ ക്വാളിറ്റി നോക്കാൻ നോക്കരുത് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ പോയി യോഗ പൊസിഷനിൽ കിടന്ന് യോഗ ചെയ്യരുത്. ദയവായി നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും എന്ത് തന്നെ വന്നാലും സമചിത്തതയോടെ നേരിടാൻ ഈ ഒരു റിസൾട്ട് കാലം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കട്ടിൽ നിന്ന് ഉണർന്നെങ്കിൽ അതിന് ഇന്ന് ചെയ്തു തീർക്കാൻ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ, നിങ്ങൾ ജീവിത ലക്ഷ്യമില്ലാതെ ഉഴറുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമൂല മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ, ഞങ്ങൾ നടത്തുന്ന ഓൺലൈൻ പരിശീലന പരിപാടിയായ 21 ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി.